നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ത്യൻ കാത്തലിക് ഹെറിറ്റേജ് ഡേ ആഘോഷം ഫിലാഡൽഫിയയിൽ ബിഷപ്പ് എഫ്രൈൻ എസ്മില്ല മുഖ്യാതിഥി. സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ സെന്റ് മേരീസ് ഇടവക ദശവത്സരാഘോഷ പരിപാടികൾ ഒക്ടോബർ 17-18 തീയതികളിൽ. ഫൊക്കാന ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ്സ് റീജിയണിൽ കൺവെൻഷന്റെ ഫ്ലെയർ പ്രകാശനം ചെയ്തു. ഡാളസ് കേരള അസോസിയേഷൻ വാർഷിക പിക്നിക് സംഘടിപ്പിച്ചു. കേളിരവം 2025 ഒരുങ്ങി മോഹം മലയാളി അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം, വള്ളംകളി തുടങ്ങിയ ആഘോഷങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ മാത്രം ഒതുങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള കലാസ്നേഹികൾക്ക് മുന്നിൽ നമ്മുടെ പൈതൃകത്തിന്റെ ആഴവും സൗന്ദര്യവും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കാലിഫോർണിയ മോഹം മലയാളി അസോസിയേഷൻ. കേരളത്തിന്റെ അഭിമാനമായ കഥകളി എന്ന ക്ലാസിക്കൽ നൃത്ത നാടക രൂപത്തെ ആഗോളവേദിയിലെത്തിക്കുന്ന കേളിരവം 2025 എന്ന മഹത്തായ ഉദ്യമമാണ് ഇതിന് പിന്നിൽ. ഭാഷാപരമായ അതിർവരമ്പുകളില്ലാതെ കഥകളിയുടെ സംഗീതം, മുദ്രകൾ, ഭാവപ്രകടനങ്ങൾ, കഥപറച്ചിൽ എന്നിവയുടെ ശക്തി ലോകത്തിന് നേരിട്ട് അനുഭവവേദ്യമാക്കാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. കേരളത്തിന്റെ ഹൃദയം പേറുന്ന ഈ കലാരൂപത്തെ കാലിഫോർണിയയിലെ സഹൃദയർക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ള സാംസ്കാരിക ദൗത്യമാണിത്. കേളിരവം 2025 വെറുമൊരു കലാപരിപാടിയല്ല, മറിച്ച് കലയെയും കലാകാരന്മാരെയും പിന്തുണയ്ക്കുന്ന ഒരു കാരുണ്യ സംരംഭം കൂടിയാണ്. പരിപാടികളുടെ ടിക്കറ്റ് വരുമാനവും സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും കഥകളി കലാകാരന്മാർക്ക് നേരിട്ട് കൈമാറാനാണ് മോഹം മലയാളി അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. കാലാന്തരത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന ഈ പരമ്പരാഗത കലാരൂപത്തെ നിലനിർത്താനും കലാകാരന്മാരുടെ ജീവിതത്തിന് താങ്ങും തണലുമാകാനും ഈ സഹായം അത്യന്താപേക്ഷിതമാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ മഹത്തായ കലയെ ജീവനോടെ നിലനിർത്തുന്നതിൽ അവരുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ഈ ഉദാരമായ സംരംഭത്തിലൂടെ മോഹം കലയെ സ്നേഹിക്കുന്നതോടൊപ്പം കലാകാരന്മാരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം ലോകത്തിനു മുന്നിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മേളയിൽ അരങ്ങിലെത്തുന്നത് ഇന്ത്യയിലെ പ്രശസ്തരായ കഥകളി കലാകാരന്മാരാണ്. കലാമണ്ഡലം മനോജ്, പീസപ്പള്ളി രാജീവ്, കോട്ടയ്ക്കൽ മധു, കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം ശ്രീജിത്ത് സുന്ദരൻ, കോട്ടയ്ക്കൽ ഹരികുമാർ, എരൂർ മനോജ്, കലാമണ്ഡലം വേണു, റോഷി പിള്ള, ജിഷ്ണു നമ്പൂതിരിപ്പാട്, സദനം ജ്യോതേഷ് ബാബു, സദനം ജിതിൻ എന്നിവരാണ് കേളിരവം 2025 തങ്ങളുടെ അഭിനയ തികവും വാദ്യവിസ്മയവും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓരോ കഥാപാത്രത്തിന്റെയും സ്വഭാവം വിളിച്ചോതുന്ന വർണ്ണാഭമായ ചമയങ്ങളും വേഷവിധാനവും നവരസങ്ങളെ കണ്ണിലൂടെ പകർന്നു നൽകുന്ന അസാമാന്യമായ അഭിനയ വൈഭവവും ചെണ്ടയുടെയും മദ്ദളത്തിന്റെയും അകമ്പടിയോടെയുള്ള സോപാന സംഗീതത്തിന്റെ താളവും ഇതെല്ലാമാണ് കഥകളിയെ ലോകോത്തര കലാരൂപമാക്കുന്നത്. ഈ സാംസ്കാരിക ദൗത്യത്തിൽ പങ്കുചേർന്ന് കേരളത്തിന്റെ പൈതൃകത്തിന് പിന്തുണയേകാൻ സഹൃദയരെ മോഹം മലയാളി അസോസിയേഷൻ ക്ഷണിക്കുന്നു. ന്യൂസ് ഡെസ്ക് eMalayali. ഡാളസിലെ കേരള അസോസിയേഷൻ സംവത്സരാഘോഷങ്ങളുടെ ഭാഗമായുള്ള വാർഷിക പിക്നിക് ഒക്ടോബർ 11 ശനിയാഴ്ച കേരള അസോസിയേഷൻ ഓഫീസിന്റെ ഗ്രൗണ്ടിൽ വിപുലമായി സംഘടിപ്പിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ ഡാളസ് മെട്രോപ്ലെക്സിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ കുടുംബസമേതമായി എത്തിച്ചേർന്ന് ദിവസം മുഴുവൻ ഉല്ലാസം പങ്കുവച്ചു. ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേരള അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ് നാഗനൂലിൽ നിർവഹിച്ചു. സമ്മേളനത്തിന് ഉത്സാഹം പകരുന്നതിനായി കമ്മിറ്റി അംഗങ്ങൾ മുന്നിൽ നിന്ന് നേതൃത്വം വഹിച്ചു. പിക്നിക്കിന്റെ ഭാഗമായി വ്യത്യസ്ത രുചികളാൽ സമ്പന്നമായ കേരളീയ ഭക്ഷണ വിഭവങ്ങൾ, കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ക്രമീകരിച്ച ഗെയിമുകൾ, സ്പോർട്സ് മത്സരങ്ങൾ, സംഗീത വിനോദ പരിപാടികൾ, പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്ന സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവയെല്ലാം പങ്കെടുത്തവരിൽ വലിയ സന്തോഷം ഉണർത്തിയിരുന്നു. കുട്ടികൾക്കായി പ്രത്യേകം സംഘടിപ്പിച്ച ഗെയിമുകളും മത്സരങ്ങളും പാരന്റിനും കുട്ടികൾക്കും ഏറെ ആസ്വാദ്യകരമായ അനുഭവമായി. വയോജനങ്ങൾക്കായി ക്രമീകരിച്ച വിനോദ മത്സരങ്ങളും സൗഹൃദ പ്രദർശനങ്ങളും സമൂഹബന്ധം ഉറപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. പിക്നിക് വിജയകരമാക്കുന്നതിൽ പിക്നിക് ഡയറക്ടർ സാബു മാത്യു, മറ്റ് കമ്മിറ്റി അംഗങ്ങളും സജീവമായി പങ്കെടുത്തു. സംഘടനാപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ അസോസിയേഷൻ സെക്രട്ടറി മഞ്ജിത് കൈനിക്കര പങ്കെടുത്ത ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. ഈ വാർഷിക പിക്നിക് KAD അംഗങ്ങൾക്കും ഡാളസിലെ മലയാളി സമൂഹത്തിനും ബന്ധങ്ങൾ പുതുക്കാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും മലയാളി സംസ്കാരവും ചേരിതിരിയലുകളും നിലനിർത്താനുമായി ഒരു മികച്ച വേദിയായിരുന്നു. സൗഹൃദം, സ്നേഹം, സംഗമം എന്നതിന്റെ പേരിൽ ഒറ്റക്കെട്ടായി എത്തിയ മലയാളി കുടുംബങ്ങൾക്കായി ഈ ദിവസം ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായി. ന്യൂസ് ഡെസ്ക് eMalayali. 2025 ഒക്ടോബർ 25 ശനിയാഴ്ച റോക്ക്ലൻഡ് കൗണ്ടിയിലെ ക്നാനായ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടത്തുന്ന ഫൊക്കാന ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് റീജിയണൽ കൺവെൻഷന്റെ ഫ്ലെയർ കൊല്ലം MP NK പ്രേമചന്ദ്രൻ, റാന്നി MLA പ്രമോദ് നാരായൺ, മാധ്യമപ്രവർത്തകരായ ജോണി ലൂക്കോസ്, ലീൻ ജസ്മാസ്,
മോത്തി രാജേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഫൊക്കാനയുടെ പല കൺവെൻഷനുകളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് ഫൊക്കാനയ്ക്കുണ്ടായ ഒരു ഉണർവ് എടുത്തു പറയേണ്ടതാണെന്ന് NK പ്രേമചന്ദ്രൻ MP അഭിപ്രായപ്പെട്ടു. പഴയ ട്രഡീഷണലായ പ്രവർത്തനങ്ങളോടൊപ്പം പുത്തൻ ആശയങ്ങളും പുതിയ തലമുറയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന പ്രവർത്തന ശൈലിയെ അദ്ദേഹം പ്രശംസിച്ചു. ന്യൂയോർക്ക് റീജിയന്റെ കൺവെൻഷന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രമോദ് നാരായണൻ MLAയും മാധ്യമപ്രവർത്തകരായ ജോണി ലൂക്കോസ്, ജീൻ ജസ്മസ്, മോത്തി രാജേഷ് എന്നിവരും സംസാരിച്ചു. ഫൊക്കാന റീജിയണൽ കൺവെൻഷനോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റിവൽ, യൂത്ത് ഫെസ്റ്റിവൽ, സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ, ചീട്ടുകളി മത്സരം, ഫൊക്കാന കിക്ക് ഓഫ് തുടങ്ങിയ നിരവധി പരിപാടികളോടെയാണ് റീജിയണൽ കൺവെൻഷൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഫാദർ ഡേവിസ് ചിറമേൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതോടൊപ്പം മറ്റ് പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും. രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ വൈവിധ്യമാർന്ന രുചികളെ വിവിധ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഫുഡ് ഫെസ്റ്റിവലിനുണ്ട്. രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കാൻ നമ്മൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ നിങ്ങൾ ഉണ്ടാകണം. കൂടാതെ 3 മണി മുതൽ കുട്ടികളുടെ കലോത്സവം, കണ്ണഞ്ചിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് റീജിയണൽ കൺവെൻഷൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. റീജിയണൽ കൺവെൻഷന്റെ പ്രവർത്തനങ്ങൾക്കായി റീജിയണൽ വൈസ് പ്രസിഡന്റ് ആൻഡോ വർക്കി, റീജിയണൽ കോർഡിനേറ്റർ ഷീല ജോസഫ്, റീജിയണൽ സെക്രട്ടറി അഭിലാഷ് പുളിക്കത്തൊടി, റീജിയണൽ ട്രഷറർ ഷൈമി ജേക്കബ്, റീജിയണൽ ജോയിന്റ് സെക്രട്ടറി സാജൻ മാത്യു, റീജിയണൽ സ്പോർട്സ് കോർഡിനേറ്റർ ലിജോ ജോൺ, യൂത്ത് ഫെസ്റ്റിവൽ കോർഡിനേറ്റർ റോയ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ നടക്കുന്നു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത പങ്കെടുക്കുന്ന സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയിലെ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവക 10 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭക്തി നിർഭരമായ ആഘോഷവും ഇടവക പെരുന്നാളും ഒക്ടോബർ 17, 18 വെള്ളി ശനി ദിവസങ്ങളിൽ നടത്തപ്പെടുന്നതാണ്. അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ ഔദ്യോഗിക കൽപ്പന അനുസരിച്ച് 2015 ഒക്ടോബർ 20-നാണ് സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ രൂപം കൊള്ളുന്നത്. പ്രീസ്റ്റ് ഇൻചാർജായി നിയമിതനായ റവറൻഡ് ഫാദർ ജോൺസൺ പുഞ്ചക്കോണം ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. വെരി റവറൻഡ് ഫാദർ ഫിലിപ്പ് ശങ്കരത്തിൽ കോറെപ്പിസ്കോപ്പയാണ് ഇപ്പോഴത്തെ ഇടവക വികാരി. 1 ദശവർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഇടവക വികാരി വെരി റവറൻഡ് ഫാദർ ഫിലിപ്പ് ശങ്കരത്തിൽ കോറെപ്പിസ്കോപ്പ, സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജയ് കുര്യൻ, ട്രഷറർ ഡോക്ടർ മിനി മാത്യു, കമ്മിറ്റി അംഗങ്ങൾ മറിയാമ്മ കോശി, ഡോക്ടർ ബിജു തോമസ്, അനിൽ ജോൺ, ശാന്തി തോമസ് എന്നിവരോടൊപ്പം ഇടവകാംഗങ്ങൾക്കും അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്. ഫ്ലോറിഡയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ ഏക ഓർത്തഡോക്സ് ഇടവകയായ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന് സ്വതന്ത്രമായി കെട്ടിടവും സ്ഥലവും വാങ്ങുവാൻ ഇടവകാംഗങ്ങളുടെ കഠിന പരിശ്രമ ഫലമായി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സാധിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഓർത്തഡോക്സ് സഭാവിശ്വാസികളുടെ കൂട്ടായ്മയുടെയും ആത്മീയ വളർച്ചയുടെയും ശക്തമായ സാക്ഷ്യമായി വളരുകയാണ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക. സൗത്ത് വെസ്റ്റ് ഭദ്രാസനാധിപൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയായിരിക്കും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഒക്ടോബർ 17 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ദേവാലയത്തിൽ സന്ധ്യാനമസ്കാരത്തോടെ പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. വചനപ്രഘോഷണം, അവാർഡ് പ്രസന്റേഷൻ തുടങ്ങിയ പരിപാടികൾക്കു ശേഷം ഡിന്നറും ഉണ്ടായിരിക്കും. ഒക്ടോബർ 18 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, സ്നേഹവിരുന്നോടുകൂടെ ചടങ്ങുകൾ സമാപിക്കും. വിശാല ഫിലാഡൽഫിയ റീജിയണിലെ ഇന്ത്യൻ കത്തോലിക്കരുടെ, പ്രത്യേകിച്ച് കേരള കത്തോലിക്കരുടെ സ്നേഹ കൂട്ടായ്മയായ ഇന്ത്യൻ അമേരിക്കൻ കാത്തലിക് അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ ഇന്ത്യൻ കാത്തലിക് ഹെറിറ്റേജ് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. തേജസ്സുറ്റ പ്രവർത്തനങ്ങളിലൂടെ അമേരിക്കൻ മലയാളി കത്തോലിക്കർക്ക് മാതൃകയായി സേവനത്തിന്റെ 47 വർഷം പൂർത്തിയാക്കുന്ന ഫിലാഡൽഫിയ കാത്തലിക് അസോസിയേഷൻ 2025 നവംബർ 8 ശനിയാഴ്ചയാണ് ഒരേ വിശ്വാസം പല പാരമ്പര്യങ്ങൾ എന്ന ആസ്പദവാക്യത്തിലൂന്നി ഇന്ത്യൻ കത്തോലിക്കരുടെ പൈതൃക ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം വൈകുന്നേരം 4 മണി മുതൽ ഫിലാഡൽഫിയ സീറോ മലബാർ പള്ളിയിൽ നടക്കുന്ന ഹെറിറ്റേജ് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി ഫിലാഡൽഫിയ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്ദ്യ എഫ്രൻ എസ്മില്ല ദിവ്യബലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. 4 മണിക്ക് അഭിവന്ദ്യ ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും സീറോ മലബാർ, സീറോ മലങ്കര, ജ്ഞാനായ ലത്തീൻ കത്തോലിക്ക കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്ന വൈദികരുടെ
സഹകാർമ്മികത്വത്തിലും കൃതജ്ഞതാ ബലിയർപ്പണം നടക്കും. IACA ഡയറക്ടർ ബോർഡ് ചെയർമാൻ, ഫിലാഡൽഫിയ ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക് മിഷൻ ഡയറക്ടർ ഫാദർ ലെനിൻ ഫെർണാണ്ടസ്, ഡയറക്ടർമാരായ സീറോ മലബാർ പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജോർജ് ദാനവേലിൽ, സെന്റ് ജോൺ ന്യൂമാൻ ജ്ഞാനായ കത്തോലിക് മിഷൻ ഡയറക്ടർ ഫാദർ ബിബി മാത്യു തറയിൽ, സെന്റ് ജൂഡ് സീറോ മലങ്കര പള്ളി വികാരി ഫാദർ ബാബു മടത്തിൽ പറമ്പിൽ എന്നിവർ ബിഷപ്പിനൊപ്പം ദിവ്യബലിയിൽ സഹകാർമ്മികരാവും. വിശിഷ്ടാതിഥികൾക്ക് സ്വീകരണം, ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരണ ഘോഷയാത്ര, കൃതജ്ഞതാ ബലിയർപ്പണം, ജൂബിലി ദമ്പതിമാരെ ആശീർവദിച്ച് അഭിനന്ദിക്കുക, പൊതുസമ്മേളനം, വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയാണ് ഹെറിറ്റേജ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്നത്. ഇന്ത്യൻ കത്തോലിക്കരുടെ ശ്രേഷ്ഠമായ പൈതൃകവും പൂർവിക പാരമ്പര്യങ്ങളും പ്രവാസ നാട്ടിലും അഭംഗുരം കാത്തു സൂക്ഷിക്കുന്ന സീറോ മലങ്കര ജ്ഞാനായ ലത്തീൻ കത്തോലിക്കർ ഒരേ കുടക്കീഴിൽ അണിനിരന്ന് ഒന്നിച്ചർപ്പിക്കുന്ന ദിവ്യബലിയിലേക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം, കലാസന്ധ്യ, സ്നേഹവിരുന്ന് എന്നിവയിലേക്കും എല്ലാ മലയാളികളെയും ഭാരവാഹികൾ ക്ഷണിക്കുന്നു. ഫിലാഡൽഫിയയിലെ പ്രശസ്ത ഡാൻസ് സ്കൂളുകൾ അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ, IACAയിലെ അംഗദേവാലയങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാരൂപങ്ങൾ എന്നിവ കാണികൾക്ക് കൺകുളിർക്കെ ആസ്വദിക്കുന്നതിനും വക നൽകും. IACA പ്രസിഡന്റ് തോമസ് സൈമൺ, ജനറൽ സെക്രട്ടറി ചാർലി ചിറയത്ത്, ട്രഷറർ സ്വപ്ന സജി സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ജോഷോ ജേക്കബ്, ജോയിന്റ് സെക്രട്ടറി മെർലിൻ അഗസ്റ്റിൻ, ജോയിന്റ് ട്രഷറർ ഫിലിപ്പ് ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ മുൻ പ്രസിഡന്റ് അനീഷ് ജെയിംസ്, അലക്സ് ജോൺ, സണ്ണി പടയാറ്റിൽ, ജോസ് മാളിയേക്കൽ, ഓസ്റ്റിൻ ജോൺ, ജോസഫ് മാണി, തോമസ് നെടുമാക്കൽ, ഫിലിപ്പ് എടത്തിൽ, റോമിയോ ഡാൽഫി, ജെറി കുരുവിള, ജെറിക് എബ്രഹാം, ജസ്റ്റിൻ തോമസ്, സേവ്യർ മുഴിക്കാട്ട്, ജോസഫ് സക്കറിയ, ജോസഫ് തോമസ്, ജോയ് കരുമത്തി എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മിറ്റി ഹെറിറ്റേജ് ദിനാഘോഷങ്ങളുടെ ക്രമീകരണങ്ങൾ ചെയ്തുവരുന്നു. 2025 വിവാഹ ജീവിതത്തിന്റെ രജത ജൂബിലിയും സുവർണ ജൂബിലിയും ആഘോഷിക്കുന്ന ദമ്പതിമാരെയും ദാമ്പത്യ ജീവിതത്തിൽ 50-ലധികം വർഷങ്ങൾ പിന്നിട്ടവരെയും ദിവ്യബലി മധ്യേ ബിഷപ്പ് ആശീർവദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. ഫിലാഡൽഫിയ അതിരൂപതയുടെ കീഴിൽ പ്രവാസി അഭയാർത്ഥി കാര്യാലയത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ സിസ്റ്റർ ജെർത്രൂഡ് ബോർസ്, PCMR മുൻ ഡയറക്ടർ ടോം ബെറ്റ്സ് എന്നീ വൈദികരും ഹെറിറ്റേജ് ദിനത്തിൽ പങ്കെടുക്കും. ഉപരിപഠനത്തിനും ഉദ്യോഗത്തിനുമായി 1960കളിലും 70കളിലും അമേരിക്കയിൽ കുടിയേറി വിശാല ഫിലാഡൽഫിയ റീജിയണിൽ താമസമുറപ്പിച്ച മലയാളി കത്തോലിക്കർ 1978 ചെറിയ ആത്മായ സംഘടനയായി തുടക്കമിട്ട ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ വളർച്ചയുടെ പടവുകൾ കടന്ന് 2000-ലധികം വരുന്ന വിശ്വാസികളുടെ ഒരു സ്നേഹ കൂട്ടായ്മയായി തല ഉയർത്തി നിൽക്കുന്നു. പ്രവാസികളായി അമേരിക്കയിലെത്തിയ ആദ്യ തലമുറയിൽപ്പെട്ട സീറോ മലബാർ, സീറോ മലങ്കര ജ്ഞാനായ ലത്തീൻ കുടുംബങ്ങൾ സമൂഹ വളർച്ചയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.